ഹലോ ഫ്രണ്ട്സ്, അപ്പം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ ചിക്കൻ്റെ ലിവർ ഉണ്ടല്ലോ, കുരുമുളക് കിട്ടുന്നു വരട്ടിയെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. മൺചട്ടിയോ വേറെ ഏത് പാത്രങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. മൺചട്ടി ആകുമ്പോൾ ഒന്നും ടേസ്റ്റ് കൂടും. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ഇതായി വന്നാൽ നമുക്ക് അതിലേക്ക് ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പെരിഞ്ചീരകം അരച്ചെടുത്ത പേസ്റ്റാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് പച്ചക്കുത്ത് മാറണ വരെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഒരു വെല്ലുള്ളി എടുത്തിട്ടുണ്ട്. ചെറുതാക്കി എരിഞ്ഞ വെല്ലുള്ളിയാണ് എടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ആ വെല്ലുള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി മേലേത് കൊടുക്കുക. പെട്ടെന്ന് ആയിക്കിട്ടും. ഇനി നമുക്ക് മസാലപ്പൊടികൾ എന്ന് പറയാനൊന്നുമില്ല. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ. കുരുമുളകിൻ്റെ പൊടി നമ്മൾ എരിവനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കാരണം ഇതിൻ്റെ സ്മെല്ലാണ് നമുക്ക് മുന്തി നിൽക്കേണ്ടത്, കുരുമുളകിൻ്റെ. അപ്പോൾ അതിനനുസരിച്ച് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ലിവർ ഉണ്ടല്ലോ, ലിവർ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം മിക്സാക്കി കൊടുക്കുക. വല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യിലിട്ടിട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണേ. മല്ലിച്ചപ്പ് ഒരു സ്മെല്ലൊക്കെ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടി ആഡ് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ കരിവേപ്പിൻ്റെ ഇലല്ലേ, അതിട്ടാലും മതി. ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഈ സമയത്ത് നമ്മൾ ഈ മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളങ്ങൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ കുക്കറിൽ വേണമെങ്കിലും വെക്കാം കേട്ടോ. അപ്പോൾ സംഭവം സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.